യശോദേ, യശോദേ, എന്താ പറ്റിയത് മോളെ? അയ്യോ അമ്മേ, അമ്മേ, എന്താ അമ്മേ, എന്താ അമ്മേ? യശോദേ, അമ്മേ, യശോദേ, എഴുന്നേക്ക് അമ്മേ. മോളെ കുറച്ച് വെള്ളം എടുക്ക്. എന്താ യശോദേ? എന്താ പറ്റിയത് അമ്മേ? എന്താ വെള്ളം? ഒരു വീഴ്ച കേട്ടാ ഞാൻ എഴുന്നേറ്റ് വന്നത്. അപ്പതാ ഇയാൾ നിലത്ത് കിടക്കുക. എന്താ പറ്റിയത് യശോദേ? അമ്മയ്ക്ക് എന്താ പറ്റിയത്? കുറെ നേരമായിട്ട് എന്തോ സങ്കടത്തിലായിരുന്നു മോളെ. നിന്റെ അടുത്ത് വന്ന് നിന്നോടൊപ്പം കടന്നോളാന്ന് പറഞ്ഞിട്ടാ അമ്മ എഴുന്നേറ്റ് പോകുന്നത്. പിന്നെ ഞാൻ കേൾക്കുന്ന ഈ വീഴ്ചയാ. എന്താ ഇപ്പൊ തനിക്ക് അല്ല, പറ്റിയത്? സങ്കടപ്പെടാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഇല്ലേ, സങ്കടപ്പെടാനൊന്നുമില്ലേ? മനസ്സ് കത്ത് അമ്മ. അമ്മയ്ക്കത് പറഞ്ഞ മനസ്സിലാവില്ല. എന്താടോ അത്? ഞാൻ അറിയാതെ തന്റെ മനസ്സിലൊരു കാര്യം എന്താന്ന് പറ. പരിഹരിക്കാൻ പറ്റാത്ത എന്ത് കാര്യം അവിടെ ഉള്ളത്? അങ്ങ് എന്നോട് പൊറുക്കണം. ഇതിനി ആരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. ഇതിനൊരു ഉത്തരവുമില്ല. ഇവളെ കൊണ്ടുപോയി കെടുത്ത് തല കറങ്ങി വീണിട്ട് എന്തോ പിച്ചും പേയും പറയാ. അല്ല, ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യരായിട്ട് പിരിച്ചു. അത് ദൈവനിഷേധമല്ലേ? അതിന്റെ ശാപം പറഞ്ഞു തീർക്കാൻ പറ്റും ആർക്കെങ്കിലും? ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ പിരിച്ചൊന്നു. അതെന്താ? എന്ത് കാര്യ? ആരുടെ കാര്യ താൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇതെല്ലാം കൂടി ഉള്ളിൽ അടക്കി വെച്ച് ചത്തുപോവും ഞാൻ. യശോദേ, കാര്യം എന്തായാലും എന്നോട് പറയൂ. സങ്കടങ്ങൾ താങ്ങി ഇങ്ങനെ നടക്കാൻ തന്നെ ഞാൻ അനുവദിക്കില്ല. പറയടോ. താൻ എഴുന്നേറ്റ് എഴുന്നേൽക്കടോ. വാ. നമ്മുടെ അഭയവും ആശ്രയവും ഈ ഭഗവാനാണ്. ഇവിടെ നിന്ന് താൻ പറയണം തന്റെ മനസ്സിലെ പ്രശ്നം എന്താണെന്ന്. ആരുടെ കാര്യ തന്റെ മനസ്സിനെ ഇത്രയും വേദനിപ്പിക്കുന്നത്? എന്താണ് താൻ പറഞ്ഞ വിഷയം? പറയേ യശോദേ. എന്താ താനൊന്നും മിണ്ടാത്തത്? പറയൂ. എന്താ അവക്ക് പറ്റിയത്? അത് എന്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യ. നാട്ടിലുള്ള ഒരു കൂട്ടുകാരി, കനക. അവളിന്ന് എന്നെ വിളിച്ചിരുന്നു. എന്തുപറ്റി? വിവാഹത്തിൽ എന്തോ കുഴപ്പം നടന്നു പറഞ്ഞത് അവിടെയാണോ? അതെ, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് സംഭവിച്ചു. അവളുടെ മകളുടെ കല്യാണമായിരുന്നു. മുഹൂർത്ത സമയത്ത് ആ പെൺകുട്ടി വേറെ ആരുടെയോ കൂടെ പോയി. കല്യാണ മണ്ഡപത്തിൽ വെച്ച് നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി അവളുടെ മറ്റൊരു മകളെയാ കതിർ മണ്ഡപത്തിലേക്ക് കയറ്റിയത്. അവളുടെ കഴുത്തിലെ താലി കെട്ടിയത്. അങ്ങനെയൊക്കെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ടല്ലോ. കുടുംബത്തിന്റെ ഗൗരവം നോക്കാതെ എത്രയോ കുട്ടികൾ അങ്ങനെയൊക്കെ പെരുമാറുന്നു.
അങ്ങനെ വിവാഹം നടക്കാനായിരിക്കും വിധി. അങ്ങനെയല്ല വിധി. വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഓടിപ്പോയ മകള് തിരിച്ചെത്തി. മണവാട്ടിയായി കഴുത്തില് താലി ഏറ്റു വാങ്ങിയ ആ പെണ്ണിനോട് എല്ലാവരും അത് കഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടു. ആദ്യം നിശ്ചയിച്ച കുട്ടിയെ തന്നെ മണവാളനോടൊപ്പം അയക്കാൻ തീരുമാനിച്ചു. എന്തൊക്കെയാണോ താൻ ഈ പറയുന്നത്? അങ്ങനെ ഒരു കാര്യത്തിൽ നിർബന്ധിക്കാൻ ആർക്കാ പറ്റുക? മക്കളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയ്ക്കും അതുപോലൊക്കെ ചെയ്യാൻ പറ്റും? ഇല്ല, പക്ഷെ സംഭവിച്ചു. താലിമാലയടക്കം ആ പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്ന് എല്ലാവരും അഴിച്ചു മാറ്റി. അവളെ കാണുക ഓടിപ്പോയവളെ മണവാട്ടിയായിട്ട് അയാളുടെ കൂടെ അയച്ചു. ഈശ്വര, എന്തൊക്കെയായി കേൾക്കുന്നത്? എന്റെ കൂട്ടുകാരി ആ അമ്മ നിസ്സഹായായിരുന്നു. അവൾക്കിനി ഈ ജന്മ സ്വസ്ഥത കിട്ടുമോ? എപ്പോഴെങ്കിലും അവളുടെ മനസ്സിൽ ആ കരച്ചിലടങ്ങോ? കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു പോയത് അതുകൊണ്ട്. എന്തിനാ എനിക്ക് പറ്റണില്ലടി. തെറ്റ് കൊടും പാപം തന്നെയാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത്. മംഗല്യഭാഗ്യം നിശ്ചയിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ദൈവമാണ്. ആ തീരുമാനം അട്ടിമറിച്ചത് ആരായാലും അവർക്ക് മോക്ഷം ലഭിക്കില്ല. കൂട്ടുകാരി എന്നെ വിളിക്കുമ്പോ യശോദ പറയണം, ഈ നിശബ്ദതയും കണ്ണീരുമല്ല അമ്മയുടെ ചുമതലയെന്ന്. അവരൊരു നല്ല സ്ത്രീ ആയിരുന്നെങ്കിൽ അവരെല്ലാം തുറന്നു പറയണമായിരുന്നു. പിന്നെ ആ പറഞ്ഞ മകളുണ്ടല്ലോ, മുഹൂർത്ത സമയത്ത് ഓടിപ്പോവുകയും മറ്റൊരുത്തിയുടെ താലി ഇറക്കാനായി തിരിച്ചെത്തുകയും ചെയ്തവൾ, അവളൊരു ശാപജന്മ. ആയുസ്സിലിനി ബാക്കിയുള്ള ദിനങ്ങൾ അവൾക്ക് ആസ്വദിക്കാനുള്ളതായിരിക്കില്ല, അനുഭവിക്കാനുള്ളതായിരിക്കും. ഒരു കാര്യം യശോദ മനസ്സിലുറപ്പിച്ചോളൂ, അന്ന് ആ കതിർ മണ്ഡപത്തില് ആ പുരുഷന്റെ താലി കഴുത്തിലേറ്റ് വാങ്ങിയവൾ തന്നെയാണ് അവന്റെ യഥാർത്ഥ ഭാര്യ. കാലം എത്ര കുത്തിമറിഞ്ഞൊഴുകിയാലും സത്യത്തിനും ന്യായത്തിനും വിലയുണ്ടെങ്കിൽ അവര് തന്നെയായിരിക്കും ഒന്നിക്കുക. ആ പെൺകുട്ടി തന്നെയാണ് എന്നേക്കും അവന്റെ വധു. അവൾക്ക് ഇനിയൊരു വിവാഹമില്ല. ദൈവവിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും. മറ്റുള്ളവരുടെ സങ്കടങ്ങള് സ്വന്തം സങ്കടങ്ങളെ പോലെ ഏറ്റെടുക്കുന്നതും പരിഹരിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്.
പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ വീണു പോവാതെ നോക്കണം കേട്ടോ അച്ഛാ. എല്ലാം ഒന്നിച്ച് തീർക്കണമായിരുന്നല്ലേ നിനക്ക്? ഉള്ളിലുള്ളതൊന്ന് പെയ്ത് തീരാൻ ഇത്രയെങ്കിലും അമ്മയൊന്ന് ചെയ്തോട്ടെ. ദൈവമേ, അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള മനസ്സ് കൊടുക്കണേ. ഒരിക്കലും അച്ഛനോ കണമംഗലത്തുള്ളവരോ അറിയാനുള്ള സാഹചര്യം ഉണ്ടാവരുതേ. എടോ ഒന്ന് നിക്കേ. എടോ ഞാൻ തന്നെ കാണാൻ വന്നിരിക്കുന്നേ. എടോ നിക്കേ. ഓടല്ലേ. എടോ നിക്കാൻ. എടോ നിക്കാൻ. ഇല്ല, അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ എങ്ങനെയെങ്കിലും. ക്ഷമിക്കണം കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു. ഓ അതിനെന്താ, സാരമില്ല. നിന്റെ പേരെന്താ? പേര് ചോദിച്ചാ പറഞ്ഞിട്ട് പോ, അതല്ലേ നിന്റെ മര്യാദ. നിങ്ങളെന്തിനാ എന്റെ പേരറിയുന്ന? നീ ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിലെ വേലക്കാരിയല്ലേ?
നീ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഞാൻ കണിമംഗലത്തായടി, പ്രിയങ്കയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കണിമംഗലത്തെ. ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ വണ്ടിയിൽ കയറും, ഞാൻ നിന്നെ വീട്ടിലേക്കാക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അതെന്താ, വഴിവെക്കിൽ വെച്ച് ഒരു ബന്ധുവിനെ കണ്ട ചില ഉപചാരങ്ങളൊക്കെ ഇല്ലേ? പ്രത്യേകിച്ച് നിന്നെപ്പോലെ നല്ല ചന്തമുള്ള പെൺകൊച്ചിന്. വേലക്കാരിയാണെന്ന് കണ്ടാ പറയത്തില്ല, സൗന്ദര്യത്തിൽ ഇങ്ങനെ അങ്ങ് മൂടി നിൽക്കുമല്ലോ. വരുൺ ദേവനാരായണന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തു. ദേവനാരായണന്റെ വേലക്കാരിക്ക് ഞാനൊരു ജീവിതം തരാം. ആരും അറിയണ്ട, രഹസ്യമായിട്ട് മതി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നോക്ക്, കണിമംഗലത്ത് ദേവനാരായണന്റെ മകളുടെ ഭാവി ഭദ്രമായിട്ട് ഇരിക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാവരുടെയും മനസ്സ് സന്തോഷിക്കണ്ടേ? ഓരോരുത്തർക്കും ഓരോ തരത്തിലാ സന്തോഷം. തൽക്കാലം എന്നെ സന്തോഷിപ്പിക്കാൻ നീ മതി. വാ, വന്ന് വണ്ടി കയറും. ആറ്റുവാശ്ശേരിയിലെ വേലക്കാരി കണിമംഗലത്തുകാർ കൂടി സ്വന്തമാണി. വേലക്കാരിക്ക് ശബ്ദം ഉയർത്താൻ അവകാശമില്ല. വാടി. അത്രയും അന്തസ്സുള്ളൊരു കുടുംബത്ത് ഇത്രയും വൃത്തികെട്ട ഒരാളുണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മുതലാളിമാരെ കാണുമ്പോ നിശബ്ദരായി നിന്നിരുന്ന വേലക്കാരികളെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നോട് കളിക്കാൻ വരരുത്. എന്നെ തല്ലിട്ട് നീ അങ്ങ് പോകാൻ വിചാരിച്ചോടി. നിക്കാൻ നിക്കടി. എടി നിക്കാനല്ലേ പറഞ്ഞു. അത് കൊള്ളാലോ. നമ്മുടെ നാട്ടിൽ വന്ന് ഒരുത്തൻ ഇവിടുത്തെ കൊച്ചിനെ ഉപദ്രവിക്കണമെങ്കിൽ അതൊന്ന് കാണണമല്ലോ. ആരാടാ നീ? എന്തിനായി നാട്ടിൽ വന്നേ? നീ ആരാ, പോലീസോ? അതോ ഈ നാട് നിനക്കോ നിന്റെ തന്തയ്ക്കോ തീറെഴുതി തന്നിട്ടുണ്ടോ? മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ നാട്ടി കേടാവുന്നുണ്ട്. ചുമ്മാതിരിക്കടോ, ഞാൻ ഈ പേടിപ്പിക്കലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ. തിണ്ണബലമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കയറി അഭ്യാസം കാണിച്ചാലേ കുടുംബത്തിൽ കിടന്ന് ഉറങ്ങില്ല ഒരുത്തനും. വീട്ടിനകത്ത് കയറി വെട്ടും ഞാൻ. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. മോളെ മോളെ വീട്ടിൽ പൊക്കോ, ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നീ പൊയ്ക്കോ, പക്ഷെ നിന്നെ ഇവരെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണോ? ഉടങ്ങിക്കോളാം.
തന്നോട് പറഞ്ഞില്ലേ ദേ, ഇനി ഫോട്ടോ എടുക്കരുത്.